ഹലോ, ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ രാവിലെ സ്കൂളിലെ ദിവസമാണ്. രാവിലെ ഇതാ അരി അരച്ച് രാവിലെ അരച്ച് ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലേശം പച്ചരിയും ലേശം ഉള്ളിയും ലേശം തേങ്ങയെല്ലാം ഇട്ടിട്ട് ഉപ്പെല്ലാം ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാവിലെ അരച്ച് ചൂടുന്ന ദോശ നല്ല ടേസ്റ്റാണ്. നല്ല നേർങ്ങനെ കിട്ടുകയും ചെയ്യും, വെള്ളമാക്കി ചുടുകയും ചെയ്യാം. അങ്ങനെ നേർങ്ങനെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ എല്ലാം അരച്ച് നല്ല മുതിയനെ അരച്ച് കൊണ്ടുവന്ന് ലേശം വെള്ളമാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം തന്നെ ചുട്ടെടുക്കാം, വേഗം ചുട്ടെടുക്കാം. അപ്പോൾ ഇനിന്ന് ഉള്ളിയും തക്കാളിയും കൂടെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് മോനെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിയും തക്കാളിയും കറി. ഇങ്ങനെ അധികം ചാറൊന്നും ആക്കാണ്ട് അങ്ങനെ വറ്റന വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടെ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാറ്റി ഒഴിക്കണം. അപ്പോൾ നല്ല വൃത്തിയൊക്കെ ഇട്ട് എടുക്കാനും കേട്ടോ. അങ്ങനെ ദോശയിലും ചുടപ്പോഴത്തേക്ക് ഓനിന്ന് വേഗം സ്കൂളിൽ വേഗം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SPCൻ്റെ ഇത് പരേഡ് ഉണ്ട് എന്നെല്ലാം മറ്റു വേഗം പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ദോശയെല്ലാം ചുട്ടെടുത്തു. ചായ കുടിക്കലായി. ചായയും കുടിച്ച് മോനങ്ങ് പോയി. അപ്പം അതിന് ശേഷം എൻ്റെ ചായ കുടിക്കലാന്ന്. ഇന്ന് കാലാവസ്ഥയിലെല്ലാം ഒരു മാറ്റമാണ് കേട്ടോ. ഇന്ന് മഴ തന്നെയാണ്. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നു, പെയ്തുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ നേരിയ ദോശയും ഈ രാവിലെ അരച്ച് ചുടുന്ന നേരിയ ദോശയും നല്ല തക്കാളി ഉള്ളിയും കൂടെ കറിയും വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അധികം ചാറൊന്നും ആക്കാണ്ട് ഇങ്ങനെ വറ്റന വെക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ, നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ദോശ ചുടലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങനത്തെ നേർങ്ങനെ ചുടലുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.